പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. സ്റ്റേജ് കെട്ടുന്നതിന് മുൻപ് നാടകം തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. പിണറായി സർക്കാരിനെതിരെ BJP-കാർ തുടങ്ങിവെച്ച വിമോചന സമരമാണ് ആ നാടകം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് വൈരുദ്ധ്യാത്മക സമാധാനവാദം പഠിക്കാം. ആ തത്വം പഠിച്ചാലേ നാടകം പൂർണ്ണമായി ആസ്വദിക്കാനാവൂ. ഇതാ ഈ വരുന്നയാളാണ് ആ സമാധാനവാദത്തിൻ്റെ പ്രചാരകൻ. ഏറെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിനേക്കാളേറെ കാര്യങ്ങളിൽ അഭിപ്രായ ഐക്യമുള്ളതാണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഉള്ള താല്പര്യമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നാട്ടിൽ സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ ചെന്ന് സൗഹൃദം അഭ്യർത്ഥിച്ച രാജേട്ടൻ്റെ പാർട്ടിക്കാർ പിറ്റേ ദിവസം രാവിലെ ദില്ലിയിൽ AKG ഭവനിലേക്ക് ചെന്നത് ഇതാ ഇങ്ങനെയായിരുന്നു. ഇതാണ് വൈരുദ്ധ്യാത്മക സമാധാനവാദം. BJP-കാരുടെ രാജേട്ടൻ കരുതുന്നത് CPM-കാരോട് ലോഗ്യം കൂടിയും അവരോടൊപ്പം സ്നേഹം പങ്കിട്ടും ഒരുമിച്ച് ചായ കുടിച്ചുമെല്ലാം ഈ രാജ്യത്ത് സമാധാനമുണ്ടാക്കാമെന്നാണ്. എന്നാൽ RSS-കാരുടെ രാജേട്ടൻ കരുതുന്നത് CPM-കാരെ പേടിപ്പിച്ച് വരുതിയിൽ നിർത്തി ഈ രാജ്യത്ത് സമാധാനമുണ്ടാക്കി കളയാമെന്നാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം സമാധാനമാണ്. കേരളത്തിൽ ഇപ്പോൾ അരാജകത്വമാണ്. നിയമം കയ്യിലെടുത്തുകൊണ്ട് കേരളത്തിൽ CPM ഒരു ഗുണ്ടാരാജാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യാമെന്നും ആരെയും ആക്രമിക്കാം എന്നുമുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ. പ്രതിയോഗികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക, വീടുകൾ ആക്രമിക്കുക. ഏതാണ്ട് 100-ൽ പരം വീടുകൾ, 4 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ, കോഴിക്കോട് ജില്ലകൾ, അവിടെ ഉടനീളം ഇപ്പോഴും അക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പഴയ കഥയൊന്നുമല്ല കേട്ടോ ഈ രാജേട്ടൻ പറയുന്നത്. ഈ 19-ന് വോട്ട് എണ്ണിയതിനു ശേഷമുണ്ടായ കഥകളാണ്. കഴിഞ്ഞ 2-3 ദിവസത്തിനകം ഏതാണ്ട് 100-ൽ പരം ആളുകളാണ് അക്രമത്തിന് ഇരയായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നത്. കണ്ണൂരിലെ രമേശൻ എന്ന് പറയുന്ന തൊഴിലാളി, അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമാണ്. മാരകമായ പരിക്കേറ്റ ആശുപത്രിയിലാണ്. പ്രമോദ് എന്ന് പറയുന്ന തൃശൂർ ജില്ലയിൽ പ്രമോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ദുബായിൽ ജോലി ചെയ്യുന്നയാൾ, വോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം നാട്ടിലെത്തിയാൾ, അയാളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു, കൊല്ലുകയായിരുന്നു. കേരളത്തിൽ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി ഭൂരിപക്ഷം അറിഞ്ഞ് ഭരണം ഉറപ്പിച്ച ശേഷം CPM-കാർ ഇതെല്ലാം നടത്തിയെന്നാണ് രാജശേഖര ഭാഷ്യം. കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഒരിക്കൽ പോലും ആരും ധൈര്യപ്പെടാതെ അവിടുത്തെ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഇൻ ഏജന്റും ഔട്ട് ഏജന്റുമായി BJPയുടെ പ്രവർത്തകർ എത്തിയതോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് നിയുക്ത മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഗ്രാമമായ ആ പിണറായി അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടുകളെല്ലാം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വീട് പോലും തകർത്തിട്ടുണ്ട്. തങ്ങളോടൊപ്പം നിൽക്കാത്ത ഈ ഇലക്ഷനിൽ പ്രവർത്തിക്കാത്തവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക ഉന്മൂലന രാഷ്ട്രീയമാണ്, എലിമിനേഷനാണ്. എതിരാളികളെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഉന്മൂലന രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി രംഗത്ത് വന്നിരിക്കുകയാണ്. ദില്ലിയിലുള്ള ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി സമാധാനത്തിന് വേണ്ടി രംഗത്ത് വന്നതാണ് AKG ഭവന് മുന്നിൽ കണ്ടത്. और इसलिए आज वहां की स्थिति अच्छी नहीं है. हमारे पार्टी के अध्यक्ष जी ने ये सब बातों का डिटेल लेकर जो केरल के राज्यपाल महोदय उनको भी डिटेल अपने पार्टी की ओर से मिलकर दिया है. और आज हमारी यह बात इसके डिटेल इंसिडेंट्स जो हुए थे उसके बारे में जानकारी, उसके फोटोग्राफ्स और किस प्रकार से पुलिस भी इसके ऊपर कोई कार्रवाई नहीं कर रही है और ऐसे स्थिति में राष्ट्रपति जी से अपनी बात कहने के लिए हम लोग आए थे. RSSകാരുടെ രാജേട്ടനും ദില്ലിയിലെ BJP നേതാക്കളും രാഷ്ട്രപതിയെ പോയി കണ്ട് കേരളത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു വരുന്ന വരവാണിത്. ഇതുതന്നെയാണ് പൊളിമിക്സ് പറഞ്ഞ വിമോചന സമരം. ആ വിമോചന സമരത്തിനൊരു ചരിത്രമുണ്ട്. അതിലേക്ക് കടക്കാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേളയാണ്. നാടകം കണ്ടല്ലോ, ഇനി അതിൻ്റെ ആസ്വാദനം കാണാം. ഓർക്കണേ, ആസ്വാദനം വ്യക്തിനിഷ്ഠമാണ്. ഈ ആക്രമണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ളതാണ്. കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് RSS നാട്ടിൽ സൃഷ്ടിക്കുന്ന ഭീകരതയുടെ തെളിവാണിത്. ഡൽഹിയിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് നടക്കുന്ന 5ാമത്തെ ആക്രമണമാണ്. തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ ഡൽഹിയിൽ സംഘടിപ്പിച്ച് ഭീതി പരത്തി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു വെല്ലുവിളിയാണ് BJP ഉയർത്തിയിരിക്കുന്നത്. വെല്ലുവിളിക്കാനുള്ള കാരണം ഇതാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിച്ച വിജയം കരസ്ഥമാക്കാതെ വന്നപ്പോൾ നിരാശരായ BJPക്കാർ അക്രമത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഇത്തവണ കേരളത്തിൽ 30% വോട്ട് നേടാൻ കഴിയുമെന്നും അങ്ങനെ ശക്തമായ മൂന്നാം മുന്നണിയായി 70-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നായിരുന്നു ആദ്യം BJP പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീടത് അവസാനമായപ്പോൾ 12 സീറ്റെങ്കിലും കിട്ടും എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് അവർ എത്തി. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ 1 സീറ്റിൽ മാത്രമാണ് അവർക്ക് കടന്നുകൂടാൻ കഴിഞ്ഞത്. അറിയാമല്ലോ, ഇതാണ് നിയമസഭയിൽ കടന്നുകൂടിയ BJPക്കാരൻ സമാധാനം രാജേട്ടൻ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മുഖ്യമന്ത്രി മുതൽ ശ്രീ ആന്റണി തുടങ്ങി എല്ലാവരും പറഞ്ഞു കേരള നിയമസഭയിൽ BJPയെ കയറ്റാൻ അനുവദിക്കില്ല എന്നു മാത്രമല്ല BJPക്കാർ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വിസിറ്റേഴ്സ് പാസ് വാങ്ങിയേ പോകാൻ പറ്റുള്ളൂ എന്നായിരുന്നു ആന്റണി പരിഹസിച്ചത്. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങി തീർച്ചയായിട്ടും ഇതൊരു വലിയ
മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ബാക്കി വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ച് പറയും. സംസ്ഥാന പ്രസിഡന്റ്, അതായത് കടന്നാക്രമണം രാജേട്ടൻ പറഞ്ഞു വരുന്നത് ഇതാ ഇങ്ങനെയാണ്. അഭിമാനകരമായ ഒട്ടേറെ ചിന്തകളും നേട്ടങ്ങളും ഇവിടുത്തെ കേരളീയ ജനസമൂഹത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു ജനവിധിയാണ് വാസ്തവത്തിൽ BJPക്ക് ഈ കേരള നിയമസഭയിൽ ഒരു പ്രവേശനം ലഭിച്ചത് എന്ന വസ്തുത. BJPയുടെ ഒരംഗത്തെ മാത്രം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തതും അതുതന്നെ O രാജഗോപാലിനെ ആയതും കേരളത്തിലെ ജനങ്ങളുടെ കരുതലിൻ്റെ ഫലമാണ് എന്ന അഭിപ്രായമാണ് പൊളിമിക്സിനുള്ളത്. ആ പാർട്ടിക്ക് ഈ നിയമസഭയിൽ ഒന്നിലധികം അംഗങ്ങളുണ്ടെങ്കിൽ അപകടമായേനെ. 5 പേർ BJPക്കാരുണ്ടായിരുന്നെങ്കിൽ തലക്കടിയും കൊടുത്ത നിയമസഭയിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഈ ഭരണപക്ഷത്തെ. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ കേരളം മുഴുവൻ പറന്നു നടന്നു പ്രസംഗിച്ചത് 5 MLA-മാരെ കിട്ടിയാലുള്ള ഗുണമാണ്. കേരളത്തിന്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ എന്നറിയില്ല, O രാജഗോപാൽ അല്ലാതെ മറ്റൊരു BJPക്കാരനും കേരള നിയമസഭയിൽ എത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ തന്നെ വിമോചന സമരം തുടങ്ങിയത്. 1957 അധികാരത്തിൽ വന്ന ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെയുള്ള വിമോചന സമരത്തിൽ ആവേശത്തോടെ പങ്കെടുത്തവരാണ് ജനസംഘക്കാർ. 1959 ജൂൺ 12 കേരളത്തിലെ സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വന്നപ്പോൾ അവരിവിടെ കേരള ദിനം ആചരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി അവരിപ്പോഴും വിമോചന സമരം ആരംഭിച്ചിരിക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു വിമോചന സമരം പൊടിപൊടിക്കുന്നുണ്ട്, മഹിളാ വിമോചന സമരം. 2 മഹിളാ കോൺഗ്രസ് നേതാക്കൾ KPCCയിൽ നിന്ന് വിമോചിതരായി പുറത്തേക്ക് വന്നു. കഴിഞ്ഞ ഏറെക്കാലമായി കോൺഗ്രസിനകത്ത് ഒട്ടേറെ വനിതകൾ വിറക് വെട്ടികളും വെള്ളം കോരികളുമായിട്ട് അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുകൾ ഞങ്ങളൊക്കെ തന്നെ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും കണ്ട ഭാവം നടിക്കാതെ തോക്കുമെന്ന് 100% ഉറപ്പുള്ള സീറ്റുകൾ തെരഞ്ഞു പിടിച്ച് തരുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. അത് ശരിയാണ്. ഒറ്റപ്പാലത്ത് തോൽപ്പിക്കാനായി ശാന്ത ജയറാമിനെയാണ് ആദ്യം ഒഴിഞ്ഞു വെച്ചിരുന്നത്. അവരെ മാറ്റി നിർത്തി ഷാനിമോൾ ഉസ്മാനെ അവിടെ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചത് ഇത്തിരി കഷ്ടമായിപ്പോയി. അപ്പോൾ അതൊന്നും എന്തായാലും ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. ഈ ബിന്ദു കൃഷ്ണയ്ക്ക് എന്താണാവോ പ്രശ്നം? അവരെവിടെയും മത്സരിപ്പിച്ചുമില്ല, തോൽപ്പിച്ചുമില്ല, പിന്നെന്താ? സംസ്ഥാന മഹിളാ കോൺഗ്രസ് അധ്യക്ഷ എന്നുള്ള നിലയിൽ ബിന്ദു കൃഷ്ണയുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ബിന്ദു കൃഷ്ണയുടെ കോലം കത്തിക്കുകയുണ്ടായി. കോലം കത്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരുടെ കോലം കത്തിച്ചു, അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം, അല്ലെങ്കിൽ അത്തരം നടപടി ചെയ്തവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി, ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചാ വിഷയമല്ല. അപ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇനി കേരളത്തിലെ കോൺഗ്രസ്സിൽ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ സ്ത്രീകളെ പരമാവധി സംഘടിപ്പിച്ച് മുന്നോട്ട് തന്നെ ഞങ്ങൾ പോകും. പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാനുള്ള വേദിയായി, ജനാധിപത്യത്തിൻ്റെ വേദികളായി പാർട്ടി വേദികളെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ മുൻകൈയെടുക്കും. ഈ കോൺഗ്രസിലെ മഹിളകൾക്ക് ഇപ്പോഴും ബുദ്ധി ഉദിച്ചിട്ടില്ല എന്നാണ് പൊളിമിക്സിന്റെ അഭിപ്രായം. ബുദ്ധി ഉണ്ടായിരുന്ന ഒരേ ഒരാൾ നേരത്തെ കാലത്തെ ചാടി രക്ഷപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയൊരു വേലിയേറ്റം ജനങ്ങളുടെ നിലപാടിലുണ്ട്. AICC അംഗം ഷാഹിദ കമാൽ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നതുൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൗരിയമ്മ UDF-നൊപ്പമായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പമാണ് ഗൗരിയമ്മ നിൽക്കുന്നത്. അപ്പം ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു മാറ്റം വേണം എന്ന ചിന്താഗതി ശക്തമായിട്ടുണ്ട്. ബേബി സഖാവ് പറഞ്ഞത് കേട്ടോ? ഷാഹിദ കമാൽ CPM-ന്റെ വിജയത്തിന്റെ കാരണങ്ങളിലൊന്നായി എണ്ണപ്പെട്ടു.
ഷാഹിദ കമാലിന്റെ ബുദ്ധിയെങ്കിലും ഷാനിമോൾക്കും ബിന്ദുവിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ വേറൊരു രാഷ്ട്രീയം പഠിക്കാനുണ്ട്. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യം രാഷ്ട്രീയം അവലോകനം ചെയ്യാനുള്ള കഴിവൊക്കെ പൊളിമിക്സിനുണ്ട് എന്നൊരു അഹങ്കാരമുണ്ടെങ്കിലും ചില വിജയങ്ങളുടെ അടുത്തെത്തുമ്പോൾ അങ്ങ് പതറിപ്പോകും. കാരണം ചില വിജയങ്ങൾ അവലോകനം ചെയ്യാൻ വിജയികൾക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ ഒരു വിജയമാണ് പൂഞ്ഞാറിലുണ്ടായത്. ഈ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ വിജയം, ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു വിജയമാണ്. അവിടെ വോട്ട് ചെയ്ത സ്ത്രീകളിൽ, സഹോദരിമാരിൽ ഒരു 60% എനിക്ക് അനുകൂലമായിരുന്നു. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സമയക്കുറവുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ യുവാക്കൾ മുഴുവൻ എൻ ബ്ലോക്ക് 90% വോട്ട് എനിക്കായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. 2 വയസ്സ് ചേർത്ത കുഞ്ഞുങ്ങളും മറ്റും പരസ്യമായി വീട്ടിലെ അമ്മയെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കുക. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. എന്നാലും അച്ചായ 2 വയസ്സായ കൊച്ച് രാഷ്ട്രീയം പറയുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചധികമല്ലേ? ഞാൻ എരുമേലി സെൻറ് തോമസ് ചർച്ചിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ബോളിമുതൽ കയറി ചെല്ലും ലാസ്റ്റ് മൊമെൻ്റാണ്. ഒരു വാപ്പ കൊച്ചു കയ്യിലിരിപ്പുണ്ട്, 2 വയസ്സില്ല, ഇറങ്ങി വന്നത്. അപ്പം ഞാനിങ്ങനെ തോളെ കൈവിട്ടു. വോട്ട് ചെയ്ത് കയറിയുടെ കൊച്ചിനോട് ചോദിച്ചാൽ പറഞ്ഞു, ഒരു കൊച്ചിന് സംസാരിക്കും എനിക്കില്ല, കുഞ്ഞു കൊച്ചല്ലേ, 2 വയസ്സില്ല. അപ്പം ഞാൻ മോനെ ആർക്കാ വോട്ട് ചെയ്ത്? പി.സി. ജോർജിനാന്ന്. അത്ഭുതം വിചാരിച്ചു. സത്യത്തിൽ അത്ഭുതം അതല്ല അച്ചായ. ഈ വിജയത്തിന്റെ രാഷ്ട്രീയം എന്നതാ, അതൊന്ന് പറഞ്ഞേ. അരാഷ്ട്രീയവൽക്കരണത്തിനും അമിത രാഷ്ട്രീയവൽക്കരണത്തിനും എതിരെയുള്ള വിധിയായത്. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം. അരാഷ്ട്രീയവൽക്കരണം, അതിന് കുറേ പേരുണ്ട്. ആ രാഷ്ട്രീയമെല്ലാം മോശമെന്ന് പറയുന്നു. അവർക്കും അമിത രാഷ്ട്രീയവൽക്കരണം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ സ്ഥാനാർത്ഥിയും കൂടെ പറഞ്ഞിട്ട് വേണേൽ വോട്ട് ചെയ്ത് തുടങ്ങണം, സാധ്യമല്ല എന്ന് പറഞ്ഞേക്ക് എതിരെയുള്ള വിധിയാണിത്. അങ്ങനെയാവുമ്പോൾ അച്ചായൻ സഭയിൽ ചെന്നാൽ ഏതു പക്ഷത്തായിരിക്കും? പ്രതിപക്ഷത്തല്ലേ? ഞാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉദ്ദേശിക്കുന്നില്ല. ജനവിധി അനുസരിച്ച് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ജനപക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു സംശയം വേണ്ട, പിണറായി വിജയൻ നല്ലത് ചെയ്താൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. പിണറായി വിജയൻ തെറ്റ് ചെയ്താൽ അതിനെ എതിർക്കും. അതാണ് ചെയ്യുന്നത്. അതല്ലാതെ വ്യക്തികളുടെ ഒരു കാഴ്ചപ്പാട് ആ കാര്യത്തിൽ. പക്ഷെ പിണറായി മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പായ അന്ന് രാവിലെ തന്നെ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടല്ലോ. ഇനിയും കാണും. അത് കാണും, നമ്മൾ അറിയുകയല്ല. ഇത് രാവിലെ കണ്ടത് നമ്മൾ അറിഞ്ഞു, ഇനി അവർ തമ്മിൽ കാണും നമ്മൾ അറിയുകയല്ല. രണ്ടും കൂട്ടുകക്ഷികളാണ്. കൂട്ടുകക്ഷികൾ എന്നെല്ലാം പറയാനാകുമോ? ഈ അവസാന നേരത്ത് തെരഞ്ഞെടുപ്പ് വന്ന് തലയിൽ കയറിയപ്പോൾ പിണറായിയെ ലാവലിൻ കേസിൽ കൊടുക്കാൻ നോക്കിയ ആളല്ലേ ഉമ്മൻചാണ്ടി? ലാവലിൻ കേസിൽ ഇലക്ഷൻ കാലത്ത്, ഇലക്ഷൻ മൂർത്തിൻ്റെ അവസ്ഥയിൽ ഉമ്മൻചാണ്ടി അപ്പീലും കൊണ്ട് കാലാവധിക്ക് മുമ്പ് അപ്പീൽ കൊടുക്കാൻ എന്താ കൊടുക്കാൻ വരായിരുന്നു? കൊടുത്തില്ലല്ലോ, കക്ഷി തരാൻ വരായിരുന്നു. അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടില്ല. ഇപ്പോൾ ലാവലിൻ കേസിൽ ഇപ്പോൾ പുതിയ കേസുമായിട്ട് ഉമ്മൻചാണ്ടി വന്നു, സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കുറേ തൂക്കാൻ വിധിക്കാൻ നടക്കുന്നു. തെറ്റാണ്. പിണറായി വിജയൻ അതിനകത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞു, അതിർത്തി കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ചാടി വീണതാണ്. പിണറായി വിജയൻ അതിന് പ്രത്യുപകാരം ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ പേരിലൊന്നും ഒരു കേസും വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആകെ മൊത്തം ഒരു ഒത്തുകളിയാണ് അല്ലേ അച്ചായ? ഇപ്പോൾ ഉള്ള ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ, ജനം ആർക്ക് വോട്ട് ചെയ്യണം? LDFന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ NDAക്ക് വോട്ട് ചെയ്യണം. UDF LDFും കൂടെ NDA എന്ന് പറഞ്ഞാൽ വലിയ വർഗീയ ഫാസിസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക്, മതേതരവാദികൾക്ക് NDAയുമായിട്ട് ബന്ധമില്ലാതായി. അപ്പോൾ രണ്ടു പേർക്കും നല്ല കച്ചവടമാണ്. 5 കൊല്ലം ഞങ്ങൾ അഴിമതി കാണിക്കും, ഭരിക്കും, അത് കഴിയുമ്പോൾ നിങ്ങൾ ഭരിച്ചോണം, അഴിമതി കാണിച്ചോണം. ഇത് മാറണം. ഇത് മാറാൻ എന്ത് ചെയ്യും എന്നുകൂടി പറ. ഇത് ഇങ്ങനെയാണ് എന്നങ്ങ് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയാൽ പോരല്ലോ. ഒരു ജനമുന്നേറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ജനപക്ഷ രാഷ്ട്രീയം
രൂപീകരിക്കുന്നുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഒരു കാരണവശാലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ജനപക്ഷ രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറ്റും. അതൊക്കെ പൂഞ്ഞാറിലല്ലേ നടക്കൂ അച്ചായ? ഇത് പൂഞ്ഞാറ് മാത്രമായിട്ട് കണക്കാക്കണ്ട. എന്നെ കേരളത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് നിന്ന് ആളുകൾ വിളിച്ചു. ഇന്ന് എൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കോളൂ. എനിക്ക് അത്ഭുതം തോന്നി. അറേബ്യൻ രാജ്യത്തു നിന്ന് എന്ന് മാത്രമല്ല, ഒരുമാതിരി മനസാക്ഷിയുള്ള എല്ലാവരും തന്നെ ഈ ജനപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ വളരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നേ? 6 മാസത്തിനകം ജനപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് പോവുകയാണ്. യാതൊരു സംശയം വേണം. ഈ ജനപക്ഷം എന്ന് പറഞ്ഞാൽ എന്നതാ? അതൊന്ന് വിശദീകരിച്ചു പറഞ്ഞേ. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ചേരുമ്പോൾ ജനപക്ഷം, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ചേരുമ്പോൾ ജനപക്ഷം ഉണ്ടാകുന്നു എന്നതിന് തെളിവാണ് പൂഞ്ഞാറിലെ എൻ്റെ വിജയം. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരുമിച്ച് ചേരും. പ്രത്യേകിച്ച് അവിടുത്തെ നായർ സമൂഹം, ബ്രാഹ്മണ സമൂഹം എൻ ബ്ലോക്കായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട. NSSന് പ്രത്യേകം നന്ദിയുണ്ട്. NSSനാണോ അച്ചായ സത്യത്തിൽ നന്ദി പറയേണ്ടത്? CPMകാരിൽ ചിലർ വോട്ട് ചോർത്തി തന്നിട്ടല്ലേ അച്ചായൻ ജയിച്ചു വന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. CPM ഈ പറയുന്ന വോട്ടൊന്നും അവിടെ ഇല്ലെന്ന്. ഞാൻ കൂടി നിൽക്കുമ്പോൾ ജയിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ വോട്ടാണ് ഇതുള്ളൂ. അത് എൻ്റെ എതിരാളികളും കുശുംബന്മാരും ഒക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ കൂടിയത് പാർട്ടിയായിട്ടുണ്ട്. പാർട്ടിയോട്ട് ഇത്തവണ കിട്ടിയിട്ടുണ്ട് അവർക്ക് 22. അല്ല അച്ചായ, അപ്പോൾ VS ഒന്നും ഒരു തരത്തിലും പൂഞ്ഞാറിൽ സഹായിച്ചിട്ടില്ലേ? ഞാനൊരു തമാശ പറഞ്ഞ പിണങ്ങി കളക്കി ഒരു തമാശ പറയാം. അതായത് നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്, ഈ ഗ്രാമീണ മേഖലയിൽ ചെറുപ്പക്കാർ പിള്ളേർ പ്രേമിക്കും. പക്ഷേ പ്രേമലേഖനം എഴുതാൻ അറിയത്തില്ലായിരിക്കും. വിദ്യാഭ്യാസം കുറവല്ലേ. അപ്പോൾ പെൺപിള്ളേരെ സാക്കിടാൻ പറ്റി നല്ല പ്രേമലേഖനം എഴുതുന്ന മാന്യന്മാരുണ്ട്. അവരെ കൊണ്ട് അവിടെയുള്ള ഒരു 15 പ്രേമമുണ്ടായ 15 ഒരുത്തൻ തന്നെയാണ് പ്രേമലേഖനം എഴുതുന്നത്. പെൺകുഞ്ഞിക്ക് അതറിയില്ല. ഒരുത്തൻ തന്നെ എഴുതിയ പ്രേമലേഖനം എഴുതുന്നത്. ഇപ്പോൾ ഒരുത്തൻ കൊണ്ട് പ്രേമലേഖനം കൊടുത്തപ്പോൾ നല്ല അത് വായിച്ച കൊച്ചുങ്ങളെ സന്തോഷിക്കും. മനസ്സിലായോ? പ്രേമലേഖനം വായിക്കും, പ്രേമമാകും, കല്യാണം കഴിയും. കല്യാണം കഴിച്ചവർ ജീവിക്കുമ്പോഴാണ് അറിയുന്നത് എഴുതിയതെല്ലാം നോക്കി നിൽക്കുക. ഈ പ്രേമലേഖനമൊക്കെ എഴുതി പെണ്ണുങ്ങളെയും ചെറുക്കനെയും കെട്ടിച്ചവൻ എവിടെ നിൽക്കുക? വഴി നിൽക്കുക എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ മുഖ്യമന്ത്രിയായി വഴി നിന്ന് മുഖ്യതായിരുന്നു നോക്കി നിൽക്കുക. ആ പഴയ പ്രേമലേഖനം പോലെ തന്നെയുള്ള തെളിവായത്. അച്ചായൻ എന്തെല്ലാം പറഞ്ഞാലും പാലായിൽ മാണിസാറ് ജയിച്ചേ. അതോടെ സത്യം ജയിച്ചു എന്നാണ് മാണിസാറ് പറഞ്ഞത്. കേട്ടായിരുന്നോ? മാണി ജയിച്ച് സത്യം ജയിച്ചാൽ പിന്നെ ഈ രാജ്യത്തിൻ്റെ ഗതി എന്താ? മാണി കർഷകദ്രോഹിയാണ്, ബഡ്ജറ്റ് വിറ്റവനാണ്, എല്ലാ തെറ്റുകളുടെയും കൂമ്പാരമാണ്. ക്രിസ്ത്യാനിയെ രക്ഷിച്ചെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയുടെ പാരയാണ്. കർഷകന് റബ്ബറിന് വിലയില്ലാതെ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ 40 രൂപ ടാക്സ് ഉള്ള 205 ആക്കി കർഷകൻ്റെ തല കൂടത്തിനടിച്ച നികൃഷ്ട ജീവിയാണ് KM മാണി. പിണറായി വിജയൻ്റെ ഭാഗം കടമെടുക്കുക. അപ്പോൾ മാണി ഗ്രൂപ്പുകാർ മാത്രമാണ് അച്ചായൻ്റെ ശത്രുക്കൾ അല്ലേ? അങ്ങനെ പറയും. എനിക്ക് ശത്രുക്കളേ ഇല്ല, മുഴുവൻ മിത്രങ്ങളാണ്. നിങ്ങളുടെ അടുത്ത് അഭിനയം വന്ന ഇവരുടെയൊക്കെ ഈ നിങ്ങളുടെ അടുത്ത് ശത്രുക്കളാന്ന് പറയുന്നതിന് രഹസ്യമായിട്ട് എന്നെ വിളിക്കുന്നേ. പൂഞ്ഞാർ രാജാവിൻ്റെ മിത്രങ്ങളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഈ പൊളിമിക്സ് ഇവിടെ നിർത്തി പോവുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.